അപ്പം നമ്മുടെ ഉച്ചയൂണേ നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ്. ഇതേണ്ട, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടി. 2 പ്ലേറ്റ്, ഒരു ഗ്ലാസ്, അതിനകത്തോട്ട് തന്നെ മെല്ലെ മെല്ലെ കുടഞ്ഞിട്ട് ഓടി അടുപ്പിച്ച് പിടിച്ചിട്ട് കുടഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അടുപ്പിച്ച് പിടി. വീഴൂലേ? കറിയെല്ലാം കൂടെ ഇടാൻ പറ്റും. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ, വീട്ടിലെ ഫുഡ് മതി. അടുത്ത കഴിച്ചോ? കറി എടുത്ത് കഴിക്കില്ലേ? ചോറെടുത്ത് കഴി. കറി ഇതിനകത്ത് ഇരുന്നോട്ടെ. അങ്ങനെ അച്ചാർ വേണ്ട. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇപ്പൊ വൈകിട്ട് തൊട്ട് ഇതായിരിക്കല. വൈകിട്ട് തൊട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം. കറിയെടുക്കും. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, വയനാട് ചെല്ലുമ്പോൾ ആർക്കാരും നമ്മളെ സഹായിക്കാൻ പറ്റുകയാണ് സഹായിക്കണേ. നമ്മളെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റൂമോ കാര്യങ്ങളൊക്കെ പറ്റിയ. ചുരത്തിൽ നമ്മൾ കയറി കേട്ടോ. ഹെയർ പിൻ 1 കയറി കഴിഞ്ഞു. ഇനി ഹെയർ പിൻ 2 ഇടുക. ഗ്ലാസ് അടുത്തതിലേക്ക് നമ്മൾ കയറുക കേട്ടോ. അല്ലെടുത്ത് മാറ്റി വെക്കാന്നാല്. അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ കയറുവാണ്. ഹെയർ പിൻ 3 വയനാട്ടിലേക്കുള്ള വഴി കേട്ടോ. നമുക്കിവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും ഷോട്ട് എടുത്താലോ? ഈ പ്രദേശം മാലിന്യം നശിപ്പിക്കുന്നത് വണ്ടി നിർത്താൻ പാടില്ല. അവിടെ ചരത്തില് ഭയങ്കര സീന. വെള്ളച്ചാട്ടം, കല്ലുമണ്ടി കുറേ പോകുന്നുണ്ട് കേട്ടോ. സൈഡ് ഫുള്ള് ഇട്ടിങ്ങല്ലേ ഇതൊക്കെ. ഇത് ഏത് ഗ്യാപ്പിൽ കയറാനാ വണ്ടി? തന്നെ ഇട്ട് പിടിക്കാനേ പറ്റും. മുന്നിൽ കയറാനും നടക്കില്ല. അറ്റമിലെത്തി. ഒന്നാമത്തെ ഈ വളവും അതുപോലെ സ്പേസ് കുറവാണ്. സ്പേസ് കുറവായതുകൊണ്ട്
നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി വരും. ഈ വണ്ടിയാണെങ്കിലും അങ്ങനെ കയറിപ്പോക്ക് നടക്കില്ല. സീനാണ്. പുറകെ പിടിക്കാന്ന് നമുക്ക് നടക്കുന്നുണ്ട്. തന്നെ ഇങ്ങനെ നൈസായിട്ട് പിടിക്കുക. അപ്പൊ അപ്പുറം മഞ്ഞ് നോക്കി രക്ഷയില്ലാത്ത മഞ്ഞാണല്ലോ. മഞ്ഞൊക്കെ അപ്പോരം പൊളി. അവര് കൈവൊക്കെ അപ്പം നമ്മുടെ ടീംസ് കേട്ടാ, നമ്മുടെ ചാനലിന്റെ പേര് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവര് കൈവൊക്കെ കാണിച്ചു കേട്ടാ. ആ ഫോർച്യൂണറിൽ പോകുന്ന ടീംസ് പൊളി. നമുക്ക് സപ്പോർട്ട് ഇഷ്ടം പോലെ ടീംസ് ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എടുത്തത് വണ്ടി. വെൽക്കം ടു വയനാട്. അതുകൊണ്ട് ഞാൻ മുള്ളയിൽ പൈസ വാങ്ങുന്നില്ല. ഞങ്ങളിപ്പം വയനാട് ബുയിസ്, മറ്റേ ഇവിടെ എത്തി ബുയിസ്, എവിടെ തമ്പുരാൻ എത്തി ബുയിസ്. നല്ല വ്യൂ ആട്ടോ. നമ്മൾ ഹോട്ടൽ റൂമൊന്നും എടുക്കുന്നില്ല ബുയിസ്, കാരണം നമുക്ക് അതിനുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ബുയിസ് നമ്മളൊന്നും എടുക്കാത്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കൂ. അതാണ് കിടിലം വ്യൂ ആട്ടോ. വയനാട്ടിലെ യാത്ര എന്ന് പറഞ്ഞാൽ പൊളിയാ. അപ്പം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ജില്ലയിലും പോകുന്നുണ്ട് കേട്ടോ. അത് അടിപൊളി കേട്ടോ. മറ്റേ തേയില നമുക്ക് വണ്ടി സൈഡാക്കി കുറച്ചെടുത്താലോ? ഒരു ഷോട്ടൊക്കെ നടത്തിയാലോ? വെറുതെ പൊളിയല്ലേ? നോക്കി എന്നോ രസമല്ലേ കാണാൻ. വാ, കിട്ടില്ല വ്യൂ. അങ്ങോട്ട് പോകാൻ വല്ല വഴിയുണ്ടോ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാലോ. വാ, നോക്കാം അങ്ങോട്ട് പോയി നോക്കാം. വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തണം, ചോദിച്ചു നോക്കാം. നമുക്ക് ആ തേയിലത്തോട്ടത്തിൽ പോയിട്ട് ഒരു അടിപൊളി കേട്ടോ. പുള്ളി ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ആ തേയിലത്തോട്ടത്തിൽ നമുക്ക് പോയി നോക്കാം. സീനുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ ഒരു തേയിലത്തോട്ടം കണ്ടു കേട്ടോ. അപ്പോൾ ആ തേയിലത്തോട്ടം നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയാലൊന്ന് ആലോചിക്കുക കേട്ടോ. ഇവിടെ അടുത്തുള്ള ആളോട് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ചോദിച്ചു നോക്കട്ടെ, ഇല്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോവാം. അവിടെ ചോദിച്ചു നോക്കാം അല്ല നമുക്ക്. കിട്ടില്ല ലുക്കാണ് കേട്ടോ. അത് കണ്ടോ, കിട്ടില്ല വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടില്ല ലുക്കാണ്. ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഒരു അടാറ് വ്യൂ കേട്ടോ. ചോദിച്ചു നോക്കാം നമുക്ക് പോകുന്നുണ്ടോ. ഇങ്ങോട്ടേക്ക് വഴിയുണ്ട്. ആ ഇതല്ലേ വഴി, ഇതിലേ കയറിപ്പോയാലോ? ചോദിച്ചു നോക്കിയാലോ? ശരി ചേട്ടാ, ചേട്ടോ ആളില്ലേ?
ചേട്ടാ അതിലേ കയറി പോയാൽ ഇതിലെ കയറി പോകാം, പക്ഷേ ഇത് നമുക്കത് ശരിയാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെന്തെങ്കിലും ചെയ്യും അങ്ങനെ ചോദിക്കാൻ ഒരാളുടെ സ്ഥലത്ത് മോശമല്ല. ചോദിച്ചു നോക്കാം മതി. വീഡിയോ എടുക്കാൻ അതെല്ലേ പോകുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. കൊട നിർത്ത്, കൊട നിർത്ത്, കൊട നിവർത്താൻ. നല്ല മഴയാണ്. ആഹാ, അടിപൊളി കുടയാട്ടോ. എന്നാ നീ പിടിച്ചോ കുട. കുട വേറെ ലെവല് കുടയാ. നോക്കണം, ഞങ്ങൾ പെണ്ണുണ്ട് ഇതാ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അങ്ങനെ വയനാട് യാത്ര നമ്മൾ ആരംഭിച്ചിട്ട് നമ്മളിപ്പം വയനാട്ടിലെത്തി കേട്ടോ. വയനാട്ടിലെത്തി. അപ്പം നമ്മൾ കണ്ടൊരു പൊള്ളി വ്യൂ ആട്ടോ ഇത്. അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്കാണ് കേട്ടോ. കിട്ടില്ല ലുക്കാണ് ഇത്. അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. ഇതെന്താ അടി ഇത്? തേയിലയാ? ഇതിന് കായുണ്ട് കേട്ടോ. പൊളി. പൊളി ലുക്ക്, ഒരു അടാറ് ലുക്ക് തന്നെയാ കേട്ടോ ഇത്. അല്ല, നല്ല രസമില്ലേ കാണാൻ? എന്നാ രസം. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഈ ഫോട്ടോസും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിട്ടില്ല ലുക്ക്. അപ്പം നമ്മുടെ സ്പെയിൻ യാത്ര നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ വയനാടാണ് കേട്ടോ. സ്പെയിനിലേക്കുള്ള യാത്ര. വയനാട് എത്തി. അപ്പോൾ ഇനി വയനാട് എല്ലാ സ്പോട്ടും നമ്മൾ കവർ ചെയ്തതിന് ശേഷം അടുത്ത ജില്ലയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ടായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുമോ? നമ്മുടെ യാത്രയിൽ കണ്ട ഒരു ബ്യൂട്ടി അത് തന്നെ. പൊളി. കിട്ടില്ല ലുക്ക്, ഒരാട്ടാറ് ലുക്ക് തന്നെ, ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയോട് പൊളി, കിടിലം പൊളി. ഇതാണ് തേയില. കൊള്ളാം, കിടുക. തേയിലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കാരണം ഇതേ ഒരേ ലെവലിൽ വെട്ടി ഡിസൈൻ പോലെ ആക്കി വെച്ചേക്കുന്നത്. അതാണ് അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. കിടുക. കുറച്ച് ഫോട്ടോസ് എടുത്ത് ആഡ് ചെയ്തിൽ. അപ്പോൾ ഫോട്ടോഷൂട്ട്. നമ്മൾ അവിടുന്ന് വന്നു തിരിച്ച് കാറി കയറി കേട്ടോ. ഇനി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ വയനാട് എത്തി. ഇനിയിപ്പം നമ്മൾ എന്താ വെച്ചാൽ ഒന്നാമത് ഈവനിങ് കൂടിയായി. ഈവനിങ് രാത്രി നമ്മളധികം ഡ്രൈവ് ചെയ്യുന്ന അത്ര ശരിയല്ലോ. അപ്പം നമ്മൾ ഒരു സ്പോട്ടിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പം അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ കാറിൽ കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു നല്ലൊരു സെക്യൂർ ആയിട്ടുള്ളൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ നമ്മൾ കാറിൽ കിടക്കുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കട്ടെ, പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം നമ്മളിന്ന് രാത്രി കിടക്കാൻ പോകുന്ന പെട്രോൾ പമ്പ് ഇവിടെ ഏതാ സ്ഥലത്ത്? കൽപ്പറ്റയിലെ ജിയോയുടെ പെട്രോൾ പമ്പിലാണ് കേട്ടോ. ഇതാ ജിയോയുടെ പെട്രോൾ പമ്പ് കൽപ്പറ്റയിലാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത്. നമ്മൾ വണ്ടിയോട് പാർക്ക് ചെയ്തു സൈഡിൽ.
അപ്പോൾ ഇന്ന് ഇതിനകത്ത് കിടക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കൂടി അവസാനിക്കുകയാണ്. അപ്പം നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ വണ്ടി ഓടിച്ചു, അങ്ങനെ മടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ റെസ്റ്റ് എടുക്കാൻ പോവാം. ഓക്കെ, അപ്പം നാളെ കാണാം. ഓക്കെ, അത് മാത്രമല്ല മറ്റു കാര്യോട് പറയാനുള്ളത്, ഇവിടെ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, വയനാട്ടിലേക്കുള്ള വഴി എത്താറാണ്.